അപ്പൊ നമ്മള് ബീച്ചിൽ എത്തി കഴിഞ്ഞു. അപ്പൊ ബ്ലോക്ക് കിടക്കാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ഇവിടെ ടൂറിസ്റ്റുകളുടെ പ്രത്യേക ആകർഷണ കേന്ദ്രം കൂടിയായ പള്ളിക്കര ബീച്ചിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആദ്യമേ പറയട്ടെ, എൻട്രി ഫീ ഉണ്ട്. അതുപോലെ ബീച്ചിൽ പാർക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് 11 കിലോമീറ്റർ നോർത്തും കാസർഗോഡ് നിന്ന് 16 കിലോമീറ്റർ സൗത്തുമായിട്ടാണ് ഈ പള്ളിക്കര ബീച്ച് കിടക്കുന്നത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് തീരദേശ ഹൈവേ കടന്നു പോകുന്നതും ഇതുവഴിക്കാണ്. ബേക്കൽ കോട്ടയുടെ തെക്കും വടക്കും ഭാഗത്തായാണ് ബേക്കൽ ബീച്ചും പള്ളിക്കര ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ കടൽത്തീരം കൂടിയാണ് ഈ പള്ളിക്കര ബീച്ച്. വളരെ വലിയ പാർക്കുണ്ട് ഇവിടെ. അതുപോലെ ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബീച്ച് ടെന്റുകളും റിസോർട്ടും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്കായിട്ട്. വിശാലമായ കടൽ തീരവും പാർക്കും കൊണ്ട് അതിമനോഹരമായ പള്ളിക്കര ബീച്ചിന് റെഡ് മൂൺ ബീച്ച്, ബേക്കൽ ഫോർട്ട് ബീച്ച് പാർക്ക് എന്നും പേരുണ്ട്. വരും വർഷങ്ങളിൽ വടക്കേ മലബാറിന്റെ ടൂറിസം വളർച്ചയുടെ ഒരു പ്രതീക്ഷ കൂടിയാണിത്. ബേക്കൽ ബീച്ച് ഫെസ്റ്റ് നടന്നതും ഇവിടെ വച്ചാണ്. ഇന്റർനാഷണൽ ടൂറിസ്റ്റ് മാപ്പിലേക്ക് വരും വർഷങ്ങളിൽ പറക്കാൻ ഒരുങ്ങുകയാണ് ബേക്കൽ. കണ്ടില്ലേ, വെക്കേഷന് കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. ഒത്തിരി പേരാണ് വെക്കേഷൻ ടൈമിലും ഹോളിഡേയ്സിലും ഒക്കെ ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടേക്ക് വരാനായിട്ട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനും ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനും അതുപോലെ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനുമാണ്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട്സ് ആണെങ്കിൽ മംഗലാപുരവും കണ്ണൂരുമാണ്. ഹോസ്ദുർഗ് താലൂക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് പള്ളിക്കര. 1980s ലാസ്റ്റ് വരെ പുകയില ചെടികൾക്ക് പേരുകേട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ പള്ളിക്കര ഗ്രാമം എന്ന് പറയുന്നത്.
പള്ളിക്കര ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റും ധരിച്ച് കടലിന് മുകളിലൂടെ നടക്കാം. 150 മീറ്ററോളം വരും. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഈ ബ്രിഡ്ജിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഡൽഹി മെറൈൻ ടെക്നോളജി വിദഗ്ധരാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 50 പേർക്കും കയറാനുള്ള അനുമതിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങകലെ കാണുന്നത് കേട്ടോ, അതാണ് ബേക്കൽ ഫോർട്ട്. ഈ പള്ളിക്കര ബീച്ച് ബേക്കൽ ഫോർട്ടിന്റെ നോർത്ത് ആയിട്ടാണ് വരുന്നത്. ഇനി ബേക്കൽ ഫോർട്ടിന്റെ സൗത്ത് ആയിട്ടാണ് ബേക്കൽ ബീച്ചും കിടക്കുന്നത്. വർണ്ണ വെളിച്ചവും തിരയും തീരവും ഒരുക്കുന്ന അത്ഭുതങ്ങൾ. സൂപ്പറാണ് പള്ളിക്കര ബീച്ച്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ വരിക. അങ്ങനെ പാറുവിനോടും ലക്ഷ്മിക്കുട്ടിയോടൊപ്പവും ദേവൂട്ടിയോടൊപ്പവും ഞങ്ങളും ഈ ട്രിപ്പ് ഈ പള്ളിക്കര ബീച്ച് ഒത്തിരി ആസ്വദിച്ചു. നല്ല രസമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുവഴിക്ക് കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരിക. ബേക്കൽ ഫോർട്ട് കാണാനൊക്കെ ട്രിവാൻഡ്രത്തുനിന്നൊക്കെ ഒത്തിരി പേര് വരാറുണ്ട്. അപ്പോൾ വരുവാണെങ്കിൽ ഇവിടെ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാസർഗോഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.